സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുൻപിൽ വചനവുമായി വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തിന് നന്ദി പറയുന്നു. ഈ പുതിയ വർഷത്തിൽ ആരംഭത്തിൽ തന്നെ ദൈവവചനമായിട്ട് നിൽപ്പാൻ സ്വർഗം സഹായിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ അല്പസമയത്ത് ചെറിയൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായിട്ട് ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ്. അതിൽ നിന്ന് 1-2 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കും. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ താഴോട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർവ്വജാതികൾക്ക് മീതെ ഉന്നതമാക്കും. നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അത് പ്രമാണിച്ചാൽ നീ പട്ടണത്തിൽ നീ വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. വയലിൽ നാം കൃഷി ചെയ്യുന്നിടത്ത് അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിൻ്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. ഗർഭഫലം നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ മൃഗസമ്പത്ത് അനുഗ്രഹിക്കപ്പെടും. കൃഷി ഫലം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അത് പ്രമാണിച്ചാൽ. പേറും കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. ഭവനത്തിൽ സമൃദ്ധി ഉണ്ടാകും. അതാ പറയുന്നത്, മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടുമെന്ന്. നീ അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ ഒത്തിരി അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ തന്നെ താഴോട്ട് നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിൻ്റെ മുൻപിൽ തോൽക്കുമാറാക്കും. ആരെങ്കിലും നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഭാരപ്പെടുകയോ വേദനിക്കുകയോ ഒന്നും വേണ്ട. ദൈവം അത് പ്രവർത്തിച്ചോളും. നമ്മൾ ദൈവസന്നിധിയിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് വിധികൾ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ ദൈവം നമുക്ക് തരുന്ന നന്മകളും അനുഗ്രഹങ്ങളുമാണ്. അതിനിടയിൽ ശത്രുക്കളോ നമുക്കാരെങ്കിലും ശത്രുവായിട്ടോ പ്രതികൂലമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നീക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് അനുസരിച്ച് നടന്നാൽ മാത്രം മതി. യഹോവ നിൻ്റെ മുൻപിൽ തോൽക്കുമാറാക്കും. ശത്രുക്കളെ നിൻ്റെ മുൻപിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായിട്ട് നിൻ്റെ നേരെ വരും, 7 വഴിയായി നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. ഞാൻ സ്വന്തം പറഞ്ഞല്ല, ദൈവത്തിൻ്റെ വചനം പറയാം. ഒരു വഴിയായിട്ട് ശത്രുക്കൾ വരുന്നെങ്കിൽ അത് 7 വഴിയായിട്ട് ഓടിപ്പോകും. ദൈവത്തിൻ്റെ വചനം പറയുക, യഹോവ നിൻ്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിൻ്റെ കളപ്പുരകൾ, നമ്മൾ ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുന്ന സ്ഥലത്തെ പറയുന്നത് കളപ്പുര, അതെല്ലാം അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. കണ്ടോ, യഹോവ പറഞ്ഞ കാര്യങ്ങൾ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ വിശുദ്ധ ജനമാക്കും. വിശുദ്ധ ജനമായ യഹോവയുടെ നാമം നിൻ്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അവൻ്റെ വിധികൾ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ, ദൈവത്തിൻ്റെ വചനം പറയുക, യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾ നിന്നെ കണ്ട് ഭയപ്പെടുമെന്ന്. കാരണം നമ്മൾ വലിയ ഭീകരമായിട്ട് നടക്കുന്നു എന്നല്ല, നമ്മൾ ദൈവസന്നിധി നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ദൈവ പൈതലാണ്, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണ് എന്ന് കണ്ട് അവനോട്
പറഞ്ഞാൽ ശരിയാകത്തില്ല, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് അവർ നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിൻ്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിൻ്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. ഗർഭഫലം, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. എവിടെ അനുഗ്രഹമില്ല, എവിടെ തകർന്നു, എവിടെ ഉടഞ്ഞു, എവിടെ മാറ്റി നിർത്തി, എവിടെ നിന്ദിക്കപ്പെട്ടു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മറിയാതെ എവിടെയെല്ലാം നിന്ദിക്കപ്പെട്ടു അവിടെയെല്ലാം ദൈവം മാനിക്കും. ആ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നിനക്ക് നിൻ്റെ നിലത്തിലെ ഫലത്തിനും നിനക്ക് സമൃദ്ധി നൽകും. തക്ക സമയത്ത് നിൻ്റെ ദേശത്ത് മഴ തരുവാനും നിൻ്റെ വേലയൊക്കെ അനുഗ്രഹിപ്പാൻ യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് കാലാവസ്ഥ അല്ലേ, മഴയൊക്കെ വേണം, എന്നാലേ കൃഷി നന്നായിട്ട് വരും. ദൈവം പറഞ്ഞിരിക്കുന്നുണ്ടോ, നിനക്ക് തക്ക സമയത്ത് മഴ തന്ന് നിൻ്റെ കൃഷിഫലത്തെ അനുഗ്രഹിക്കാൻ ദൈവം നമുക്ക് വിശ്വസ്തനായിട്ട് നമ്മുടെ കൂടെയുണ്ട്. പ്രിയരെ, യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ആവർത്തന പുസ്തകം 28 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും, കൃഷിയും കളപ്പുരകളും പുറത്തു പോകുമ്പോൾ അകത്ത് വരുമ്പോൾ എല്ലാം അനുഗ്രഹിക്കപ്പെടും. ഈ 2025 ഈ ആദ്യ ദിവസം തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് വലിയ നന്മകൾ തരട്ടെ. നിങ്ങളേതെല്ലാം വിഷയത്തിൽ ഭാരപ്പെട്ടോ അതിനെല്ലാം ഒരു മറുപടി ദൈവം നിനക്കായി കരുതിയ അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ നന്മകളെല്ലാം നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിനങ്ങളാക്കി ദൈവം മാറ്റുവാൻ പോകുന്നു. 2025 എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം നിൻ്റെ കരങ്ങൾ മടക്കി തരുവാൻ സർവശക്തനായ ദൈവം മതിയായവനാ. 2024 ഒരു പക്ഷേ വേദനയുടെയോ ഭാരത്തിൻ്റെയോ നഷ്ടപ്പെടലിൻ്റെയോ ഒറ്റപ്പെടലിൻ്റെയോ മാറ്റി നിർത്തലിൻ്റെയോ ഒക്കെ ദിവസങ്ങളായിരുന്നെങ്കിൽ 2025 അതിനെല്ലാം മറികടക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ തുള്ളനും പച്ചപ്പുഴും വിട്ടിലും തിന്ന് ശേഷിപ്പിച്ചതിൻ്റെ ഇരട്ടി പ്രതിഫലം തന്ന് മാനിക്കുവാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. പ്രിയരേന്ന് ഈ സമയത്ത് അടഞ്ഞ വാതിലുകൾ ദൈവം നിനക്കായി തുറക്കുന്ന ദിനങ്ങളാക്കി മാറ്റുന്നു. ദൈവകരങ്ങൾ മുറുകെ പിടിക്കുക, ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ നിറയുന്ന കണ്ണും, നമുക്ക് വേണ്ടുന്നത് നിറയുന്നൊരു കണ്ണും പകരുന്ന കരവും പ്രാർത്ഥിക്കുന്ന നാവും മടങ്ങുന്ന മുഴങ്കാലും ഉള്ള ഒരു ദൈവ പൈതൽ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. നിറയുന്ന കണ്ണും പകരുന്ന കരവും പ്രാർത്ഥിക്കുന്ന നാവും മടങ്ങുന്ന മുഴങ്കാലും ഉള്ള ഒരു ദൈവത്തിൽ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ നിന്നാൽ നമ്മെ ദൈവം മാനിക്കും. പ്രിയരെ, നമ്മെ അനുഗ്രഹിക്കും. ഭാരപ്പെടേണ്ട, വേദനിക്കേണ്ട. നമ്മളോട് ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നിനെ അതിനെക്കുറിച്ച് ഭാരപ്പെടുകയേ വേണ്ട. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ദൈവത്തിൻ്റെ വചനം പറയാം, ശത്രു ഒരു വഴിയായി നിൻ്റെ നേരെ വരും, 7 വഴിയായി തിരിഞ്ഞോടുമെന്ന്. അതുകൊണ്ട് നമ്മളൊന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. 2025 എല്ലാവർക്കും സമൃദ്ധിയുടെ വർഷങ്ങളായി മാറട്ടെ. അനുഗ്രഹത്തിൻ്റെ, വിടുതലിൻ്റെ, ആത്മീയമായും ഭൗതികമായൊരു വിടുതലിൻ്റെ വർഷമാക്കി എല്ലാവർക്കും ദൈവം മാറ്റട്ടെ. തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ വരുമാന മാർഗങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ഈ വർഷം ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവമേ സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. 2024 ഒരുപക്ഷെ ഞങ്ങൾക്ക് വേദനയോ ഭാരങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ 2025 ഞങ്ങൾക്കതിൻ്റെ മറുപടിയുടെ വർഷമായി ഓരോ ദിവസവും വിടുതലിൻ്റെയും അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാക്കി നീ മാറ്റണം. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണം കർത്താവെ. എന്തെങ്കിലും ഭാരത്തിലോ തലമുറയെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ മറ്റെന്തിനെക്കുറിച്ചെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ ഈ 2025 കർത്താവെ, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നടത്തുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം തക്ക സമയത്ത് മറുപടി കൊടുക്കുകയും മാനിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. എൻ്റെ പിതാവ് പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. മാനവ മഹത്വം യേശുപ്പച്ചന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.